നമസ്കാരം. നമ്മളൊക്കെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒരല്പം ശ്രദ്ധിക്കുന്നവരാണ്. അതുകൊണ്ടാണ് വ്യായാമം ചെയ്യാനായിട്ട് നമ്മൾ ജിംനേഷ്യത്തിലേക്ക് പോകുന്നത്. എന്നാൽ കോഴിക്കോട് ജില്ലയിലെ പയ്യാനക്കലിനടുത്തുള്ള കപ്പക്കലില് ബാക്ക് ടു ഫിറ്റ് ജിമ്മിന്റെ നടത്തിപ്പുകാരെ തുറന്നു വെച്ചിരിക്കുന്നത് വ്യായാമം ചെയ്യാനൊന്നുമല്ല, മാരക മയക്കുമരുന്നായിട്ടുള്ള മെത്താഫിറ്റമിനും കഞ്ചാവും ഒക്കെ വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്ന് പുലർച്ചെ പന്നിയങ്കര പോലീസും ഡാൻസ് ഓഫ് സംഘവും നടത്തിയ പരിശോധനയിൽ പയ്യാനക്കൽ കപ്പക്കലിനടുത്തുള്ള ബാക്ക് ടു ഫിറ്റ് ജിമ്മിൽ നിന്ന് കണ്ടെടുത്തത് 250 ഗ്രാം MDMA-യും അതുപോലെ തന്നെ 40 ഗ്രാമോളം കഞ്ചാവുമാണ്. വിപണിയിൽ ഏതാണ്ട് 10 ലക്ഷം രൂപയ്ക്ക് വില വരുന്ന സാധനങ്ങളാണ് ജിമ്മിൽ നിന്ന് പോലീസിന് പിടിച്ചെടുക്കാനായി സാധിച്ചത്. ജിമ്മിന്റെ നടത്തിപ്പുകാരായിട്ടുള്ള ബേപ്പൂർ മൂന്നാർ വളപ്പിൽ ജംഷീർ, ബേപ്പൂർ മതിലകത്ത് ഇജാസ്, അതുപോലെ തന്നെ ഫറൂഖ്, ചുങ്കം സ്വദേശിയായിട്ടുള്ള അർഷാദ് എന്നിവരെ പോലീസ് പിടികൂടുകയും ചെയ്തു. മൊത്തത്തിൽ നമ്മൾ പബ്ലിസിറ്റി തങ്ങൾക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പന്നിയങ്കര പോലീസ് ഇന്ന് പുലർച്ചെ പയ്യാനക്കൽ കപ്പക്കലിലുള്ള ബാക്ക് ടു ഫിറ്റ് ജിമ്മിൽ പരിശോധന നടത്തുന്നത്. ആ സമയത്താണ് ജിമ്മിനകത്ത് ഇത്തരത്തിൽ മാരക മയക്കുമരുന്നായിട്ടുള്ള മെത്താഫിറ്റമിനും കഞ്ചാവും എല്ലാം പോലീസിന് പിടികൂടാനായി സാധിച്ചത്. പോലീസ് എത്തുന്നുണ്ട് എന്ന് മണത്തറിഞ്ഞ പ്രതികൾ ലഹരി വിറ്റ് കിട്ടിയ പണം വെള്ളത്തിൽ ഉപേക്ഷിച്ചുകൊണ്ട് കടന്നു കളയാനായി ശ്രമിക്കുകയായിരുന്നു. പിന്നീട് പോലീസ് നേരിയൊരു ബലപ്രയോഗത്തിലൂടെയാണ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് ഒരു വർഷത്തിലധികമായി കപ്പക്കലിൽ പ്രവർത്തിച്ചു വരികയാണ് ഈ ബാക്ക് ടു ഫിറ്റ് എന്ന് പറഞ്ഞ ജിമ്മ്. 200-ലധികം പേരാണ് ജിമ്മിൽ നിത്യേന രാവിലെ മുതൽ രാത്രി വരെ വ്യായാമത്തിനായിട്ട് എത്തുന്നത്. ഏറെ നാളായി ഈ ജിമ്മിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് പരാതികൾ ഉയരുന്നുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറെ കാലമായി പന്നിയങ്കര പോലീസ് ഈ ജിമ്മും അതിന്റെ പ്രവർത്തനങ്ങളും നിരീക്ഷിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് ഇന്ന് രാവിലെയോടുകൂടി ഇവിടെ ലഹരി എത്തിച്ചിട്ടുണ്ടോ എന്നുള്ള രഹസ്യ വിവരം പോലീസിന് ലഭിക്കുന്നതും പോലീസ് അടിയന്തരമായി പരിശോധന നടത്തുകയും ചെയ്തത്. അപ്പോഴാണ് 250 ഗ്രാമോളം MDMA-യും 40 ഗ്രാമോളം കഞ്ചാവും ഈ ജിമ്മിൽ നിന്ന് പിടിച്ചെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടുള്ളത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പ്രതികൾ ലഹരി എത്തിച്ചിട്ടുള്ളതെന്നാണ് പ്രാഥമിക പരിശോധനയിൽ പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്താൽ ഈ സംഘത്തിലെ മറ്റ് കണ്ണികളെ കുറിച്ചുകൂടി വിവരം ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോലീസ്. എന്തുതന്നെയായാലും പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് സംസ്ഥാനത്താകെ വ്യാപകമായ ലഹരി വേട്ടയാണ് നടത്തുന്നത്. അതിൽ തന്നെ കോഴിക്കോട് ജില്ലയിൽ നിരവധി കേസുകളാണ് ഓരോ ദിവസവും ലഹരി ഉപഭോഗത്തിന്റെയും ലഹരി വിൽപ്പനയുടെയും പേരിൽ പോലീസ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ കേരളത്തിലെ യുവാക്കളെ ലഹരിയുടെ അടിമകളാക്കുന്നവരെ എല്ലാവരെയും തുടച്ചു നീക്കാനുള്ള കേരള പോലീസിന്റെ ശ്രമം സ്വാഗതാർഹം തന്നെയാണ്. പയ്യാനക്കലിലുള്ള ബാക്ക് ടു ഫിറ്റ് ജിമ്മിൽ നിന്ന് 250 ഗ്രാം MDMA-യും 40 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.